നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നാഗേന്ദ്രനാണെങ്കിൽ ഡേവിഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, പിന്നെ നവ്യ നമുക്ക് തോനെ നാളത്തേക്കൊന്നും ആവശ്യമൊന്നുമില്ല, എന്തായാലും അബി ഒന്ന് ക്ലച്ച് പിടിച്ച് വരട്ടെ, വന്നതിന് ശേഷമാണെങ്കിൽ അവളെ ചവിട്ടി പുറത്താക്കും, പിന്നെ നമുക്ക് അവളെ തോനെ നാൾ മോഡലായിട്ടൊന്നും ആവശ്യമില്ല എന്നൊക്കെ നാഗേന്ദ്രനാണെങ്കിൽ ഡേവിഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നമ്മൾ ഡേവിഡിൻ്റെ അടുത്താണെങ്കിൽ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും ഡേവിഡ് ഒന്ന് പോയി നവ്യയെ കാണണം, അവളാണെങ്കിൽ ഇപ്പോൾ എല്ലാ സത്യങ്ങളും അവൾ അമ്മ പറഞ്ഞതുകൊണ്ട് അവൾക്കാണെങ്കിൽ അബിയുടെ അടുത്തുള്ള സംശയങ്ങൾ എന്തായാലും കൂടി വന്നിട്ടുണ്ടാവുമായിരിക്കും. എന്തായാലും അവളുടെ അടുത്ത് അബിയുടെ കൊച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെറ്റാണെങ്കിൽ ആദർശിൻ്റെ തലയിൽ ഇടണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നവ്യ ആണെങ്കിൽ അബിയുടെ അടുത്താണെങ്കിൽ ചൂടായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്, ചന്തുമോൾ ആരെ കൊച്ചാടാന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അബി ആണെങ്കിൽ ആ തെറ്റ് വീണ്ടും നമ്മൾ ആദർശിൻ്റെ തലയിലിടാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ആണെങ്കിൽ വീണ്ടും ദേഷ്യത്തിൽ പറഞ്ഞു, സത്യം പറയട്ടെ ആരുടെ കൊച്ചാടാ ചന്തുമോളെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നവ്യ ആണെങ്കിൽ ഒരു കത്തിയൊക്കെ എടുത്തിട്ട് നമ്മൾ അബിയെ കുത്താൻ വേണ്ടിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യ ആണെങ്കിൽ രണ്ടും കൽപ്പിച്ചിട്ടുള്ള ഒരവസ്ഥയിൽ തന്നെ ഇപ്പോൾ നവ്യ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മൾ അബി ആണെങ്കിൽ പേടിച്ച് വിറച്ചൊക്കെയാണ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇത് അബി കാണുന്നത് സ്വപ്നമാണോ എന്നൊന്നും അറിയാനും പറ്റുന്നില്ല. എന്തായാലും ലാസ്റ്റ് കാണിക്കുന്ന നവ്യ ഒരു കത്തിയൊക്കെ കൊണ്ട് അബിയെ കുത്താൻ വേണ്ടി നിൽക്കുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.